Hello students, hope you all doing well. In today's class, we are discussing the subtopic Communication Theories from Unit 1 Introduction to Journalism and Mass Communication. So let's get started. You already know what is theories of mass communication. So here, theories of mass communication plays a very significant role in the studies of effects of mass media on the audience. Their predictions and explanations of the social phenomenon that relate mass communication to various aspects of our personal and cultural lives. These theories provide a starting point for many mass media studies tasks as all information has a source and a receiver. One needs to consider how the receiver will respond that message. Some of the fundamental theories of mass communications are described below. So here we are going to discuss some important theories of mass communication. Let's get started. We are starting from individual difference theory. So, എന്താണ് individual difference theory? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിംഗ് ടൈമിൽ വ്യക്തികളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ് individual difference theory. The theories among which an important one is individual difference theory. According to this theory, different personality variables result in different reactions to the same stimuli. എവററ്റ് ഡെനിസും മെൽവിൻ ഡിഫ്ലൂവറുമാണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയും പരിസരങ്ങളോട് ഇടപെടുന്നതും പ്രതികരിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മീഡിയാസ് നൽകുന്ന മെസ്സേജസിനോടും ഓരോ പ്രേക്ഷകനുമുള്ള പ്രതികരണം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരു സിനിമ കണ്ടിറങ്ങിയാൽ ഈ ക്ലാസ് കേൾക്കുന്ന വ്യക്തികളിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആ സിനിമയെ പെർസ്പെക്ട് ചെയ്യാൻ പറ്റുക. So each and every person have their own perspectives. ഇത്തരം പ്രതികരണങ്ങൾ ഓരോ വ്യക്തിയുടെയും ക്യാരക്ടർ, കൾച്ചർ, their knowledge, സാമാന്യബോധം ഇവയൊക്കെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. ഓരോ വ്യക്തിയും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള ശക്തമായ ഒരു പ്രവണത എളുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. In other words, an individual's psychological mechanism accounts for his reaction to media messages. In other words, the reaction to media content differs. From the voluminous psychological studies, two important concepts that have emerged. തനിക്ക് ആവശ്യമുള്ള മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു വ്യക്തിയെ സഹായിക്കുന്നത് അയാളുടെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടാവുന്ന ചില വിശ്വാസങ്ങളും നിലപാടുകളും ഒക്കെ ആയിരിക്കും. മറ്റുള്ള അറിവുകളും വൈകാരിക ഘടകങ്ങളും ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ടാകും. ഇതിനർത്ഥം ചില പ്രേക്ഷകർ മാധ്യമങ്ങളിലൂടെ കാണുകയും വായിക്കുകയും ചെയ്യുന്ന മെസ്സേജുകൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഓരോ പ്രേക്ഷകനും മെസ്സേജ് എടുക്കുന്ന ആ ഒരു രീതിയും അത് തിരിച്ച് വ്യാഖ്യാനിക്കുന്നതെല്ലാം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കുമെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. സമാനമായ സന്ദേശങ്ങളുടെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നതാണ്. മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് വ്യക്തികളിലെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കുക എന്നത് വളരെ സുപ്രധാനമാണ്. ഇതുപ്രകാരം സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത ആഭിമുഖ്യങ്ങളുള്ള പ്രേക്ഷക വിഭാഗങ്ങളെ പറ്റിയും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു TV വ്യൂവർഷിപ്പ് എടുക്കുമ്പം ഒരു ചിൽഡ്രൻ, വുമൻ, യങ്സ്റ്റേഴ്സ് അത്തരത്തിലൊക്കെ TRP റേറ്റിംഗ് ഒക്കെ വെച്ച് കൗണ്ട് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുന്നത്, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ആർക്കു വേണ്ടിയാണ് എന്ന് അവർ തീരുമാനിക്കും. സോ അത്തരത്തിലുള്ള സെലക്റ്റീവ് എക്സ്പോഷർ എന്നത് ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറിയുടെ കൺസെപ്റ്റിന്റെ ഭാഗമാണ്.
The first concept is selective exposure. ചുരുക്കി പറഞ്ഞ ഓരോ വ്യക്തിയിലും കാണപ്പെടുന്ന വ്യത്യസ്ത ആഭിമുഖ്യങ്ങൾ സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഒരു സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്നത് it occurs when people tend to expose themselves selectively only to communications which are in general accordance with their established convictions and avoid communications which seem to challenge their belief. For instance, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആർ ഫാർ മോർ ലൈക്ലി ദാറ്റ് കോൺഗ്രസ്മെൻ ടു അറ്റൻഡ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു പരിപാടി നടത്തുന്നു, ഇല്ല BJP പാർട്ടി, ഇതിലൊക്കെ ആ പാർട്ടിയിലെ അംഗങ്ങൾ പോയി പങ്കെടുക്കുക എന്നല്ലാതെ ഒരു പാർട്ടിയിൽ തന്നെ മറ്റുള്ളവർ വന്ന് പങ്കെടുക്കാൻ ചാൻസ് ഇല്ല. സോ അവിടെ ഒരു സെലക്ടിവിറ്റി നടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് സെലക്റ്റീവ് എക്സ്പോഷർ തിയറിയിൽ പറയുന്നത്. സെലക്റ്റീവ് എക്സ്പോഷർ പേര് പോലെ തന്നെ വളരെ സെലക്റ്റീവ് ആണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് തന്റെ ആശയങ്ങൾക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മറ്റു കാര്യങ്ങളെ ഓൾറെഡി അവർ അതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതേസമയം സെലക്റ്റീവ് എക്സ്പോഷർ അല്ലാതെ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. വ്യക്തികൾ അവരുടെ മുൻഗണനകൾക്ക് അനുസൃതമായി സന്ദേശങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതെന്തും അവരവരുടെ ആ സന്ദേശത്തിലേക്ക് വായിക്കാൻ പ്രവണത കാണിക്കും. ഈ പ്രക്രിയയെ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നാണ് വിളിക്കുക. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നത് ഒരു മീഡിയ പ്രേക്ഷകരുടെ സ്വന്തം മുൻകരുതലുകൾക്ക് അനുസൃതമായി അനുനയിപ്പിക്കുന്ന സന്ദേശങ്ങൾ തെറ്റായി മനസ്സിലാക്കാനും തെറ്റായി വ്യാഖ്യാനിക്കാനുമുള്ള പ്രവണതകളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് once the individuals have selectively exposed themselves to the messages in accordance with their preferences, they tend to read into the message whatever suits. അവർക്ക് എന്ത് യോജിക്കുന്നു അത് മാത്രം അവർ ആ ഒരു മെസ്സേജ് കണ്ടന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി ഒന്നുമില്ല. അവരുടെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ ഒരു മെസ്സേജിനെ ഒരു ഓഡിയൻസ് എടുക്കുക എന്നാണ് ആ ഒരു തിയറി പറയുന്നത്. സോ നെക്സ്റ്റ് തിയറി എന്താണെന്ന് നോക്കാം. മാജിക് ബുള്ളറ്റ് ഓർ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. കൂടാതെ UGC നെറ്റ് JRF എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് മാജിക് ബുള്ളറ്റ്. സോ UGCയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തിയറിയാണിത്, ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. സോ ഇതിലെ ഓരോ പോയിന്റ്സും ഓർത്തു വെക്കുക. മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻസിന് പ്രേക്ഷകരുടെ മേൽ പ്രബലമായ സ്വാധീനം ഉണ്ട് എന്നാണ് ഈ ഒരു തിയറി വാദിക്കുന്നത്. ഇവിടെ സംസ്കാരത്തിലും വ്യക്തിത്വത്തിലുമുള്ള മാറ്റങ്ങൾക്ക് കാരണമായി കാണുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ആണ്. സോ ഇവിടെ പറയുന്ന ഈ ഒരു ബുള്ളറ്റ്, അതായത് ഒരു തോക്കിൽ നിന്നും പുറപ്പെടുന്ന ബുള്ളറ്റ് ഇരയുടെ മേൽ തറയ്ക്കുന്ന പോലെയാണ് മാധ്യമങ്ങൾ പ്രേക്ഷകനു നേരെ തൊടുത്തുവിടുന്ന സന്ദേശങ്ങൾ അയാളുടെ ഉള്ളിൽ തറഞ്ഞു കയറുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇതിൽ നിന്നുമാണ് മാജിക് ബുള്ളറ്റ് തിയറി എന്നൊരു ആശയം ഉണ്ടാവുന്നത്. ഇൻജെക്ഷൻ സൂചിയിൽ നിന്നും മരുന്ന് കുത്തിവെക്കുന്ന പ്രവൃത്തിയോട് ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്നും വിളിക്കുന്നുണ്ട്. സോ ഈ ഒരു രണ്ട് പേരുകളും ഓർത്തു വെക്കുക. മാധ്യമങ്ങളുടെ ശക്തമായ സ്വാധീനത്തിന്റെ കാരണമായി പറയുന്നത് ഇതൊക്കെയാണ്. പ്രക്ഷേപണ മാധ്യമങ്ങളുടെ പ്രചാരം, പരസ്യം മുതലായ മാധ്യമങ്ങളുടെ വളർച്ച, ചലച്ചിത്രങ്ങളുടെ സ്വാധീനം, ഹിറ്റ്ലറുടെ സംഘടിത പ്രൊപ്പഗണ്ടയ്ക്കുണ്ടായ പിന്തുടർച്ചകൾ, ഇതൊക്കെയാണ് ഇതിനൊരു ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് തിയറി. 1930കളിലാണ് ഇത്തരത്തിലുള്ള ഒരു തിയറിയെ കുറിച്ച് പുറത്തു വരുന്നത്. ഈ ഒരു തിയറി ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ നാസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, ആ ഒരു എലക്ഷൻ റിലേറ്റഡ് ആയ സമയത്തുണ്ടായ ഒരു തിയറിയാണ്. അന്നത്തെ സമയത്ത് സിനിമകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നത്.
Germany, Hitler's Nazi used film industry for propaganda. ഒരു പ്രചാരണം നടത്തുന്നതിനു വേണ്ടി സിനിമകളും ഫിലിം ഇൻഡസ്ട്രിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. And they produced lots of movies about, അതായത് നാസി പാർട്ടി അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി, രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നതിനു വേണ്ടി അവർ അന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് 1930s ഉണ്ടായിരുന്നത് ജർമ്മനിയിൽ. ലേറ്റർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേസമയം അമേരിക്കയും ഇത് തന്നെ ഫോളോ ചെയ്യുകയുണ്ടായി. അവരും ഹോളിവുഡ് പ്രൊഡ്യൂസ്ഡ് ഫിലിംസ് ഒരുപാട് ഇറക്കി. ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്, ഇറ്റ്സ് ഹാപ്പൻ വൺ നൈറ്റ് എന്ന പേരിലൊക്കെ കുറെ സിനിമകൾ അന്നത്തെ കാലത്ത് ഇറങ്ങി. Mr. Smith goes to Washington to portray Germany as evil force, which also made impact in American minds. Here, media audience accepts the message directly without. അതേസമയം ഇവിടെ മീഡിയ ഓഡിയൻസസ് എന്ന് പറയുന്നത് വളരെ പാസീവ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഈ ഒരു സിനിമയിൽ എന്തു പറയുന്നു എന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നതല്ലാതെ തിരിച്ചൊരു പ്രതികരണം നടത്തുന്നില്ല എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. Theory ഇതാണ്. Already I told you, the media fired the message directly into audience head without their own knowledge. The message caused the instant reaction from the audience mind without any hesitation is called magic bullet theory. ഇവിടെ മീഡിയയാണ് ആ ഇൻജെക്ട് ചെയ്യുന്ന സൂചി, അതിൽ നിന്നും പോകുന്ന മെസ്സേജസ് ആണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. Both theories are deals with impact of media message in audience mind and how audience react towards the message without any hesitation. മാജിക് ബുള്ളറ്റ് തിയറി പ്രകാരം സ്വാധീന ശക്തിയുള്ള ഒരു സന്ദേശം കുത്തിവെക്കുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അനുസരണയും ചിട്ടയുമുള്ള ആട്ടിൻപറ്റങ്ങളെ പോലെ മാധ്യമങ്ങളുടെ വരുതിയിലാക്കാൻ സാധിക്കും. ഇത്തരം മെസ്സേജുകൾ ജനങ്ങളിൽ സമാനമായ പ്രതികരണം സൃഷ്ടിക്കുന്നതിനായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മെസ്സേജ് ആണ് ബുള്ളറ്റ്, മാധ്യമം ഒരു ഗണ്ണുമാണ്. നേരിട്ടുള്ള ശക്തമായ സന്ദേശങ്ങൾ പ്രേക്ഷകന്റെ ചിന്താഗതിയെ പോലും മാറ്റിമറിച്ചേക്കാം. നിരന്തരം ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകൻ ചിലപ്പോൾ അത് വിശ്വസിക്കാം. മാസ് മീഡിയാസ് ഏറ്റവും അപകടകാരികളായ ഒരു സന്ദേശവാഹകരാണ് എന്ന് ഈ ഒരു മാജിക് ബുള്ളറ്റ് തിയറി പറയാതെ പറയുന്നുണ്ട്. സോ ഇവിടെ ഓഡിയൻസ് പാസീവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മാധ്യമത്തിന് കീഴ്പ്പെടാൻ മാത്രമേ ഈ ഒരു ഓഡിയൻസിന് സാധിക്കുകയുള്ളൂ. പ്രേക്ഷകരെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പാവകളായിട്ടാണ്, ഒരു പപ്പറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. സ്വാധീന ശക്തിയുള്ള സന്ദേശങ്ങൾ വെടിയുണ്ടകളെ പോലെ അവർക്ക് മേൽ വന്ന് തറയ്ക്കുന്നു. തങ്ങൾക്ക് കിട്ടിയ അറിവിനെ അതേപടി മനസ്സിലാക്കുക അല്ലാതെ മറിച്ച് ചിന്തിക്കാൻ ഈ ഒരു പ്രേക്ഷകർക്ക് സാധിക്കുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു ബുള്ളറ്റ് തിയറിയുടെ ഒരു ചുരുക്കം. എന്നാൽ ഈ ഒരു മാജിക് ബുള്ളറ്റ് സിദ്ധാന്തത്തിൽ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് the magic bullet theory is based on assumption of human nature and it was not based on any empirical findings from research. Few media scholars do not accept this model. ചിലർക്കൊന്നും ഈ ഒരു മോഡൽ അത്ര ദഹിച്ചിട്ടില്ല. അവരതിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കുറെ ക്രിട്ടിസൈസേഷൻ വന്ന ഒരു തിയറി കൂടിയാണ് ഈ ഒരു മാജിക് ബുള്ളറ്റ് തിയറി. In 1938, Lazarsfeld and Herta Herzog testified the hypodermic needle theory in a radio broadcast, The War of the Worlds. ഈ പോൾ ലസാർസ്ഫെൽഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹമാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ ഈ തിയറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഈ തിയറിയിൽ എന്നാണ് പറയുന്നത്. ലസാർസ്ഫെൽഡ് 1940 ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടുമായി ചേർന്ന് ഈ ഒരു തിയറിയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. Through this study, Lazarsfeld disproved the magic bullet theory and added, audience are more influential in interpersonal than a media messages. ചില അവസരങ്ങളിൽ മാധ്യമ താല്പര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായി ജനങ്ങൾ പ്രതികരിക്കാറുണ്ട് എന്നുള്ള എതിർവാദങ്ങളൊക്കെയാണ് ഈ ഒരു തിയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്.
നെക്സ്റ്റ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നതിന് മുൻപ് ഒരു രണ്ട് അഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. ശക്തമായ മാധ്യമ പ്രചാരണം ഉണ്ടായിരുന്നിട്ടുകൂടി ഇലക്ഷൻ പരാജയപ്പെട്ട സംഭവങ്ങളാണ്. അത്തരത്തിലുള്ള ഇങ്ങനെ ഫിലിം വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ഇറക്കി അതൊക്കെ ചെയ്തിട്ട് പോലും ആ ഒരു ഇലക്ഷൻ പരാജയത്തിലാണ് എത്തിയത്. സോ അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് സയന്റിസ്റ്റുകൾ എടുത്തു കാണിക്കുന്നത്. മാസ് മീഡിയകളിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ആ ഒരു രണ്ട് തിയറീസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആ തിയറീസ് എന്ന് പറയുന്നത് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറിയും മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ തിയറിയുമാണ്. ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞു, മാജിക് ബുള്ളറ്റ് തിയറിയെ കുറിച്ച് പഠിച്ച പോൾ ലസാസ്ഫെൽഡ്, ഹാസൽ ഗോഡറ്റ് ഇവരൊക്കെ ഈ ഒരു ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി ഡിസ്ക്രൈബ് ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തികളാണ്. സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ രണ്ടു ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ഒരു തിയറി പറയുന്നത്. മാധ്യമത്തിൽ നിന്നും വിദഗ്ധനിലേക്കും തുടർന്ന് അയാളിൽ നിന്നും മറ്റുള്ളവരിലേക്കും എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുമ്പോൾ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറിയുടെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇവിടെ സംഭവിക്കുന്നത്. മെസ്സേജ് സ്വീകരിക്കുന്ന സമയത്തു തന്നെ റിസീവർ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ്. അവർ മറ്റുള്ളവരിലേക്ക് എത്തിയിരിക്കുന്നു, അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ തിയറി. ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത് 1944 പോൾ ലസാസ്ഫെൽഡ്, അമേരിക്കൻ സോഷ്യൽ റിസർച്ചറായ ബെർണാഡ് ബെറിൽസൺ, ഹാസൽ ഗൗഡറ്റ് ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് ദ ടു സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ ദ പീപ്പിൾസ് ചോയ്സ് ഹൗ ദ വോട്ടർ മേക്സ് അപ്പ് ഹിസ് മൈൻഡ് ഇൻ എ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ എന്നൊരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. അന്നത്തെ കാലത്ത് തിയറീസ് എല്ലാം ഈ രീതിയിലാണ് വരുന്നത്. ദ ടു സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പുസ്തകത്തിലാണ് അവർ ഇത് പറയുന്നത്. പോൾ ലസാസ്ഫെൽഡ്, ബെർണാഡ് ബെറിൽസൺ, ഹാസൽ ഗൗഡറ്റ് ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ ഒരു തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇനി ഇതിന് കൂടുതൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുപോകുമ്പോൾ വേറെ സയന്റിസ്റ്റുകളും വരും. സോ ദിസ് ഇസ് ദ മോഡൽ. ഇതാണ് ആ ഒരു ടു സ്റ്റെപ്പ് ഫ്ലോ മോഡൽ തിയറി. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ മാസ് മീഡിയ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, അത് പലരിലേക്കും എത്തുകയാണ്. പല വ്യക്തികളുണ്ട്. സോ ഈ ഒരു വ്യക്തിയായിരിക്കും ഇവിടെ ലീഡർ. അദ്ദേഹമായിരിക്കും ഈ ഒരു മാസ് മീഡിയ കൊടുക്കുന്ന മെസ്സേജിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനും ഒരു ഹെഡ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഹെഡിനെയാണ് ഒപ്പീനിയൻ ലീഡർ എന്ന് വിളിക്കുന്നത്. അതേസമയം ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവർക്ക് ഒപ്പീനിയൻ ലീഡർ പറയുന്നത് കേൾക്കുക എന്നൊരു ചുമതലയായിരിക്കും ഉണ്ടാവുക. So the purpose of the study was focused on presidential election campaign and the people decision making process. അതായത് മാസ് മീഡിയ പറയുന്നു, ആ ഗ്രൂപ്പിൽ ഒരാൾ പറയുന്നു, അത് പീപ്പിൾസ് കേൾക്കുന്നു എന്നല്ലാതെ ഇവിടെയും ഒരു പീപ്പിൾസ് പാസീവ് ആണ്, ഇവിടെ പീപ്പിൾസ് ആക്റ്റീവ് അല്ല. So all three researchers were wanted to find out practically where the mass media messages affect direct influence in voting decision. So പോൾ ലസാസ്ഫെൽഡ്, ബെർണാഡ് ബെറിൽസൺ, ഹാസൽ ഗൗഡറ്റ് എന്നിവർ ചേർന്ന് ഈ ഒരു തിയറി കൊണ്ടുവന്നു. The two-step flow of communication theory of mass communication was developed by Katz and പോൾ ലസാസ്ഫെൽഡ്. ഈ ഒരു തിയറിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവർ മൂന്നുപേരും ചേർന്ന് ചെയ്തുവെങ്കിൽ അതിനെ കാറ്റ്സ് ആൻഡ് പോൾ ലസാസ്ഫെൽഡ് ചേർന്ന് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഓപ്ഷൻസിൽ കാറ്റ്സിന്റെ പേരും ഉണ്ടാവാം, കൂടാതെ ഈ മൂന്ന് പേരുടെ പേരും ഉണ്ടാകാം. അപ്പോൾ ആ 4 പേരുകളും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒപ്പീനിയൻ ലീഡർ ആണ് ഈ ഒരു മീഡിയ കൊടുക്കുന്ന മെസ്സേജസിനെ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് കൊടുക്കുന്നത്. സോ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അതൊരു പബ്ലിക് ആണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാം. ഒരു കമ്പനിയുടെ MD എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയൻ ലീഡർ ആവാം. അദ്ദേഹം പറയുന്നത് എംപ്ലോയീസ് കേൾക്കുക എന്നതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗം. സോ ഇവിടെ ഒരു ഒപ്പീനിയൻ ലീഡർ ഉണ്ട്. മാസ് മീഡിയയിൽ നിന്നും ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് ഒപ്പീനിയൻ ലീഡർ അയാൾക്ക് കീഴിലുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് കീഴിൽ അയാളുടേതായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരിക്കും. ഒരു ഓഫീസിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും ഒപ്പീനിയൻ ലീഡർ എങ്കിൽ, ഒരു പബ്ലിക്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും ഒരു ഒപ്പീനിയൻ ലീഡർ. സോ
ഇതിലും ഈ ഒരു തിയറിക്കും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വന്ന ക്രിട്ടിക്സ് പറയുന്നത് റിസർച്ചേഴ്സ് ഫൗണ്ട് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ദാറ്റ് ഇനീഷ്യൽ മാസ് മീഡിയ ഇൻഫർമേഷൻ ഫ്ലോസ് directly to people on the whole and is not relayed by opinion leaders. ഒരു മാസ് മീഡിയ മെസ്സേജസ് അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ട്. ആ മീഡിയേറ്റർ വഴിയാണ് പീപ്പിൾസിലേക്ക് എത്തിക്കുന്നത്. അതത്ര ശരിയുള്ള ഒരു കാര്യമല്ല എന്നൊരു വിവാദം വന്നിട്ടുണ്ട്. അതൊരു ക്രിട്ടിസൈസേഷൻ ആണ്. The two-step hypothesis doesn't adequately describe the flow of learning. Lazarsfeld and his associates in the 1940 election study were unable to determine the specific flow of influence. ഇന്നത്തെ കാലത്ത് most of the advertising researchers are based on this theory, especially opinion leaders' role in the society as well as in home, to which helps to improve the market with less efforts. So opinion leaders ഉണ്ട് ഇപ്പോഴും പല കമ്പനികളിലും എല്ലായിടത്തും അങ്ങനെ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ടാകാം. അവരായിരിക്കും താഴെയുള്ള ആളുകളിലേക്ക് ഒരു മെസ്സേജസിനെ എത്തിക്കുന്നുണ്ടാവുക. സോ ഇതിന് തിയറീസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഹൈപ്പോഡെർമിക് തിയറി പഠിച്ചു, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി പഠിച്ചു. ഈ രണ്ട് തിയറീസ് ഇപ്പൊ പറഞ്ഞാൽ തീരില്ല, കാരണം ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. And in today's class, we got acquainted with 2-3 theories. All these theories you have studied in your degree PG classes. UGCയുടെ എക്സാം മോഡൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 17 വർഷത്തെ ചോദ്യ പേപ്പറുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സോ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നത് ഞാനിപ്പോ പറഞ്ഞ 2 തിയറികളുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. The two-step model of communication ignores the direct impact of dash. 2018 ജൂലൈയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഓഡിയൻസ്, ഒപ്പീനിയൻ ലീഡർ, മാസ് മീഡിയ, ഡിസൈനർ മീഡിയ. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. The two-step flow theory emerged in the field of dash. ഈ 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. So if you understand the exam pattern of UGC, then it will be easier to study the topic. So join our December 2022 batch. We are giving classes where 17 years question papers are explained in details. Okay. Thank you. Have a great day. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. കൂടാതെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.